ഹലോ, എല്ലാവർക്കും ഫ്രോയോ ഫാമിലിയിലേക്ക് വാം വെൽക്കം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എനിക്ക് വന്നൊരു ഇൻസിഡൻറ്റ് പറയാനാണ്. അതായത് എന്നെയും ഒരു ഡിജിറ്റൽ അറസ്റ്റ് അവർ ചെയ്തു. അത് കഴിഞ്ഞ ദിവസം ഒരു കോൾ വന്നത്. അപ്പോൾ അവർ ഒരു സാധാരണ നോർമൽ നമ്മളുടെ ഇന്ത്യൻ കോഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ നമ്പറിൽ നിന്നാണ് കോൾ വന്നത്. ആസ് യൂഷ്വൽ ഞാൻ കോൾ എടുത്തപ്പോൾ അവർ പറഞ്ഞത് RBI ബാങ്കിൽ നിന്നാണ്, നമ്മളുടെ ID കാർഡ് RBI ബാങ്കിൽ നിന്നാണ് എന്ന് പറയും. അപ്പം വെരി ബിലീവിങ്, RBI ബാങ്കിൽ നിന്ന് അങ്ങനെ എല്ലാവർക്കും കോളൊന്നും വരില്ല. ചിലപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസൊക്കെ വരുമ്പോഴായിരിക്കാം ചിലപ്പോൾ RBI നിന്ന് കോൾ വരുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അവർ RBI ബാങ്കിൽ നിന്നാന്ന് പറഞ്ഞു. അപ്പം അവർ പറയുന്നത് നമ്മൾ ഹൈദരാബാദിലെ SBI ബാങ്കിൽ നിന്ന് ഒരു ക്രെഡിറ്റ് കാർഡ് ഈ മാർച്ച് 2024 അപ്ലൈ ചെയ്തിരുന്നു. ആ കാർഡ് അങ്ങനെ നമുക്കത് അപ്രൂവായി കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാർഡിൽ നമ്മൾ 1 lakh rupees സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ആ ക്രെഡിറ്റ് കാർഡിലെ ബില്ല് തിരിച്ചടച്ചിട്ടില്ല. 1 lakh rupees സ്പെൻഡ് ചെയ്ത് നമ്മൾ അടച്ചിട്ടില്ല. അതുകൊണ്ട് ആണ് RBI നമുക്ക് കോൾ വന്നിട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ നമ്മൾ കാർഡ് ഹൈദരാബാദ് കാർഡ് നമ്മൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഇവിടെ കേരളത്തിലാണുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് കേരളത്തിലുള്ള ഒരാൾ ഹൈദരാബാദിൽ പോയിട്ട് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളുടെ ID കാർഡ് നമ്മൾ വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ് അവർ ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് എല്ലാത്തിനും ആധാർ കാർഡ് നമ്മൾ ID ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എവിടെ പോയാലും ആധാർ കാർഡ് കാണിക്കണം. അപ്പോൾ ഞാൻ പിന്നെ ലാസ്റ്റ് യൂസ് ചെയ്തത് മോൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആധാർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് നമ്മളുടെ ID കാർഡ് യൂസ് ചെയ്ത് ഹൈദരാബാദിൽ SBI ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് ആരോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ 1 lakh rupees സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 1 lakh rupees തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചടയ്ക്കാത്തത് കൊണ്ടാണ് അവർ വിളിക്കണത്. സോ നമുക്ക് ഹൈദരാബാദ് പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു 2 hours ചെല്ലാൻ പറ്റുമോ എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ പരമാവധി ഞാനിത് ശരിക്കും ഈ ഒരു ഫോൺ അവരുടെ കോൾ ശരിക്കും ഞാൻ വിശ്വസിച്ച് പോയായിരുന്നു. അവരുടെ അതുപോലെ ആയിരുന്നു അവരുടെ പ്രൊഫഷണൽ ഫ്രോഡ് തന്നെയാണ് അവർ. അതുപോലെ തന്നെയാണ് അവരുടെ ബിഹേവിയർ, അവരുടെ സംസാരം എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മളത് വിശ്വസിച്ച് പോയി. അപ്പോൾ ഹൈദരാബാദ് പോലീസ് സ്റ്റേഷനിലോട് ചെല്ലാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, നമുക്കിപ്പോൾ നമ്മൾ കേരളത്തിലല്ലേ ഉള്ളൂ, പെട്ടെന്ന് പറയുന്ന സമയത്ത് ഉടനെ ഹൈദരാബാദിലോട്ട് പോകാൻ നമ്മളത്ര പൊട്ടന്മാരല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ഹൈദരാബാദിലോട്ട് വരാൻ പറ്റില്ല, വേറെ എന്താണ് ഓപ്ഷൻ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഹൈദരാബാദ് പോലീസ് സ്റ്റേഷനിലെ നമ്പർ തരാം, അതിന് മുമ്പ് അവർ ഒരു FIR രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ ഒരു FIR അവർ രജിസ്റ്റർ ചെയ്തു. FIR നമ്പറും നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞു. അങ്ങനെ FIR നമ്പർ നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് അവർ പറഞ്ഞത് ഹൈദരാബാദ് പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ തരാം, അതിലേക്കൊരു ഹായ് അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വേറെ മൊബൈൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മൊബൈൽ ഇതാണ് ഈ മൊബൈലിൽ നിന്നാണ് ഞാൻ ഹൈദരാബാദ് പോലീസ് സ്റ്റേഷൻ്റെ നമ്പറിലേക്ക് ഹായ് അയച്ചത്. അപ്പോൾ ഹായ് അയച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അതിലൊരു ഹായ് ഇടണം. അപ്പോൾ അതിലവർ ഹൈദരാബാദ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വീഡിയോ കോൾ വരും. അപ്പോൾ അതിൽ നിങ്ങളുടെ ഇതൊക്കെ പറയണം. അതായത് നമ്മളല്ല, ഏതൊരു ഫ്രോഡ്സ് ഏതൊരു സമ്മതർ മിസ്യൂസ് ചെയ്തതാണ് എന്നവരോട് പറയണം എന്നൊക്കെ പറഞ്ഞു. വീഡിയോ കോളിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു.
നമുക്കവിടെ ഹൈദരാബാദിൽ ചെല്ലാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ഈ നമ്പറിൽ ഹായ് അയച്ചു. എന്നിട്ട് എനിക്ക് അതിൽ നിന്നൊരു കോൾ വന്നു, വീഡിയോ കോൾ വന്നു. അപ്പോൾ എനിക്ക് ആ ഒരു വീഡിയോ കോൾ, ഹൈദരാബാദ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീഡിയോ കോൾ വഴി നമ്മളുടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കതത്ര അപ്പോഴാണ് എനിക്കൊന്ന് ക്ലിക്കായത്. അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളുടെ പേരിൽ ഇതിൽ കേസ് വരുമ്പോൾ നമ്മൾ നോർമലി നമ്മളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മളെ വിളിക്കുന്നത് സാധാരണ. അപ്പോൾ അവർ ഹൈദരാബാദ് പോലീസ് സ്റ്റേഷന് വീഡിയോ കോൾ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഡൗട്ട് വന്നത്. ഞാൻ കോള് ഓണാക്കി, പക്ഷേ ഞാൻ എൻ്റെ ഫേസ് ആ കോളിൽ ഞാൻ കാണിച്ചില്ല. പകരം ഞാൻ ആ കോള് തിരിച്ച് ടേൺ ചെയ്ത് പിടിച്ചു. അതായത് അവിടെ ഓപ്പോസിറ്റ് കുറച്ച് മരങ്ങളും ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങോട്ടേക്കാണ് ഫോൺ ഞാനത് തിരിച്ചു പിടിച്ചത്. അപ്പോൾ അവർക്ക് വീഡിയോയിൽ എന്നെ കണ്ടിട്ടില്ല അവർ. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ നോക്കുമ്പം അവരും അവരുടെ ഫേസ് കാണിച്ചിട്ടില്ല. അവരുടെ ഫേസ് കാണിച്ചിട്ടില്ല. അവരും വേറെ ഏതൊരു സൈഡിലേക്ക് ഫോൺ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ ഡൗട്ട് തോന്നി. ഉടനെ ഞാൻ കോള് കട്ട് ചെയ്തു. പിന്നെയാണ് ഡിജിറ്റൽ അറസ്റ്റിൻ്റെ മറ്റ് വീഡിയോസൊക്കെ നോക്കുമ്പോഴാണ് ഇതേപോലെ തന്നെയാണ് സിമിലർ ആക്ടിവിറ്റീസ് വേറെ സ്ഥലത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അവർ വളരെ ബിലീവിങ് ആയിട്ടായിരുന്നു അവരുടെ കോളൊക്കെ. പിന്നെ കോൾ അവർ ഹൈദരാബാദ് പോലീസ് സ്റ്റേഷനിൽ ട്രാൻസ്ഫർ ചെയ്തായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കോളിന് മുമ്പായിട്ട് ഹൈദരാബാദ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് നമ്മളോട് സംസാരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ FIR നമ്പർ ഉൾപ്പെടെ അവർ ചോദിച്ച് ഹൈദരാബാദ് പോലീസ് സ്റ്റേഷനിൽ പോലീസാണെന്ന് പറഞ്ഞ് അവർ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോഴും വളരെ ബിലീവിങ് ആയിരുന്നു. ആ കോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവർ മ്യൂസിക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വാട്സപ്പിൽ ഹൈദരാബാദ് പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ വന്നപ്പോൾ അതിൽ പ്രൊഫൈൽ പിക്ചറിലും ഈ ഹൈദരാബാദ് പോലീസ് സ്റ്റേഷൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് അതൊക്കെ വളരെ ബിലീവിങ് ആണ്. നമ്മളത് വിശ്വസിച്ചു. അങ്ങനെയായിരുന്നു അവരുടെ ഒരു മൂവ്. അപ്പോൾ ഇങ്ങനെ കോൾസ് വരുന്നുണ്ട്. എനിക്കതിൽ ഏറ്റവും ലാസ്റ്റാണത് മനസ്സിലായത്. ചിലർക്ക് അത്രയും പോലും മനസ്സിലാവും, ചിലപ്പോൾ അത് വിശ്വസിക്കുമോ. അപ്പോൾ പിന്നീട് അവർ ഇപ്പോൾ ഇത് വിശ്വസിച്ച ഒരാളാണെങ്കിൽ പിന്നീട് നമ്മൾ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് പിന്നെ എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. അപ്പം ഇതുപോലെ ഇനി ഇങ്ങനൊരു കോൾ നിങ്ങൾക്ക് വന്നാൽ ഉടനെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ അവരുടെ സമയം കളയാൻ ശ്രമിക്കുക മാക്സിമം. മനസ്സിലായാൽ അവരുടെ കോള്, അവരുടെ ടൈം കളയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാമെന്നുള്ളത് ഈ 1930 എന്നുള്ള നമ്പറിൽ വിളിക്കാൻ പറ്റുമോ എനിക്കറിയില്ല. ഹെൽപ്പ് ലൈൻ നമ്പേഴ്സൊക്കെ ഉണ്ടാവണം. അപ്പോൾ കോൾ റെക്കോർഡിങ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ നമ്പറൊന്നും ഞാൻ സത്യത്തിൽ ഓർക്കുന്നില്ല. അപ്പം ഇത് എവിടെയാണ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത്, ആർക്കാ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. എൻ്റെ കംപ്ലയിൻറ്റ് കൊടുത്തത് ഇതിൻ്റെ പുറകെ നടക്കാനും സമയമില്ല. അപ്പോൾ ഇങ്ങനത്തെ സെയിം പാറ്റേണിലാണ് ഡിജിറ്റൽ അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൈദരാബാദ് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളിപ്പോൾ അറസ്റ്റിലാണെന്നാണ് പറഞ്ഞത്. അപ്പോഴും ഞാനൊന്ന് പേടിച്ച്. അപ്പോൾ വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ടായില്ല. അപ്പോൾ ഞാനാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മളും അതേപോലെ അവർ ഇംഗ്ലീഷിൽ സംസാരിച്ചതൊക്കെ. അപ്പോൾ ഞാനും തിരിച്ച് ഇംഗ്ലീഷിൽ തന്നെയാണ് അവരോട് തിരിച്ച് റെസ്പോൺസ് കൊടുത്തത്. പക്ഷെ അത്രയും ബിലീവിങ് ആയിരുന്നു. ഇതുവരെ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും അവെയറായിട്ടിരിക്കുക. ഇതുപോലുള്ള ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസൊക്കെ നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ് ആൾക്കാരുടെ അടുത്തൊക്കെയാണ് അവരാണ് നമ്മുടെ മിഡിൽ ക്ലാസ് പീപ്പിളാണ് അവരുടെ ടാർഗറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്കും ഇതുപോലൊരു സംഭവം ഇനി വരാതിരിക്കാം. അപ്പോൾ അവെയറായിട്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു പാറ്റേൺ ആണ് അവരുടെ എല്ലായിടത്തും അവർ യൂസ് ചെയ്യുന്ന ഈ ഒരു പാറ്റേണിലാണ്. അതായത് അവർ കോള് SBI എന്നല്ല RBI എന്നാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ട്രായിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറയും. പിന്നെ കോൾ ട്രാൻസ്ഫർ ചെയ്യും, പിന്നെ അവസാനം വീഡിയോ കോൾ ചെയ്യിക്കും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഫേസ് ഇത് വെച്ചിട്ട് അവർക്ക് പല രീതിയിലും മിസ്യൂസൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ
ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. മാക്സിമം ട്രൂ കോളർ, എനിക്ക് എൻ്റെ മൊബൈലിൽ ട്രൂ കോളർ ഇല്ലായിരുന്നു എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. ട്രൂ കോളർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ ഒരു പേര് കാണുമ്പോൾ RB എന്നാണെങ്കിൽ അങ്ങനെ വരില്ലല്ലോ, ട്രൂ കോളറിൽ കാണിക്കും. അപ്പോൾ ഞാൻ പിന്നീട് അവർ എന്നെ വിളിച്ച നമ്പർ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു ഹിന്ദി നെയിംസ് ആയിരുന്നു അതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലായത് ഇത് ഫേക്കായിരുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ എല്ലായിടത്തും ഇപ്പോൾ നടക്കുന്നുണ്ട്. അവെയറായിട്ടിരിക്കുക. ഓക്കെ, ബൈ.